പേടിക്കണ്ട വന്നോളൂ. നിനക്കൊരു ഗിഫ്റ്റ് തരാനാ വന്നെ. നിന്റെ മുഖമല്ല എന്റെ ക്യാമറകള്. എങ്ങനെയുണ്ട് എന്റെ വില്ല? ഇവിടെ നിന്ന് ഡ്രസ് മാറാൻ പറ്റുമോ? ഇത്ര നാളായിട്ട് അറിഞ്ഞൂടെ? വേണം നീ മാറിക്കോടി. ഇതെങ്ങനെയുണ്ട് ഈ ലോറ ഡ്രസ്? എന്നെ മറ്റേതൊന്ന് വിളിക്കുവോ ലോറ? എന്ത് ചുട്ടുമണി? എന്ത് ചുട്ടു? എടാ കുട്ടാലോ, ഇത് ആരെങ്കിലും എനിക്കൊരു പിടുത്തമില്ല. ഹലോ മോനെ, ഹലോ. ഞാൻ നോക്കട്ടെ. അവിടെ കുട്ടാൻ പോയിട്ട് വരാമേ. ആ കേറി കേറി. ഹലോ ബ്രോ, ഇവിടെ പഴച്ച ഫോൺ എവിടെ വാങ്ങണേന്ന് നേരെ ബാക്കിൽ അതോ ജനിക്ക്. ജീവനോട് ഇറക്കോ? എന്ത് ചോദ്യാണ്? അണ്ടർ പ്രൊഫഷണൽ ഡ്രൈവർ. പേടിപ്പിച്ചല്ലടാ. അവിടെ എലി കുറച്ച് ഡാമേജ് ആക്കണോടാ, റിപ്പയർ ചെയ്യാനാട്ടെ. ഹെലിയുടെ റിപ്പയർ ആണോടാ? എടാ ഹെലിയുടെ റിപ്പയർ ആണോടാ? ഇതാരെ ഹെലിയാണോ? നിന്റെ ആണോ? നിന്റെ ഹെലി തന്നെ. അടിച്ചോക്ക്. ഇവിടെ വേറെയാ. ബാക്കിൽ എവിടെ? നീ ഇന്നലെ വന്നില്ലടാ. ആ ഹെലികോപ്റ്റർ റിപ്പയർ. ആ കണ്ടു. 7 വർഷമായിട്ട് കളിക്കണ കണ്ണാപ്പിക്ക് അറിഞ്ഞൂടെ തോന്നുന്നു. ഞാൻ ഇന്നാ കളിക്കാൻ തുടങ്ങി. നീ ഹെലിയുടെ ചിഹ്നം കണ്ടിട്ടില്ലടാ പറഞ്ഞത്. അതെ, എന്നാലും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ടുള്ള ഒരാള് അത് കണ്ടുവിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റുള്ളേ. കണ്ണാപ്പിയോ വാസുണ്ണന്റെ ഒരു മുടി കണക്ക് തോന്നില്ല. അവന്റെ മുടി ചെറിയൊരു കട്ടുണ്ട്. മേളിലാണാ? ആരില് റിപ്പയർ കൊണ്ട് താഴത്ത് വെക്കുക. ഡ്രൈവർ ഇതിന്റെ പെട്രോൾ എവിടെ അടിക്കാ? പെട്രോൾ ഒന്നും വേണ്ട, ഇതൊക്കെ അങ്ങ് ഓടിക്കോളും. റിപ്പയർ ആവണുണ്ടോ? നീ GDM-ൽ എവിടെ? ഹലോ, കേക്കുന്നില്ല. ഹലോ, ആ GDM-ൽ എവിടെ? ഫ്രണ്ട് നിപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു ഹെലികോപ്റ്റർ കണ്ടോ? ആ താഴോട്ടോ, മേലോട്ടോ, താഴോട്ടോ. ഷിട്ട് പറ. നമുക്ക് ഇപ്പോഴല്ലേ ഒരു
ഒരു പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയല്ലേ? ഓ നേരത്തെ എന്തോരം ആളുകളായിരുന്നു ഇടത്തെ സൈഡിൽ നോക്കി ഷിബു, വലത്തെ സൈഡിൽ പോയി ബോബോ എന്ത് പോയാ? പോയി ആ ഞാൻ പേടിക്കണ്ട, വന്നോളൂ. നിനക്കൊരു ഗിഫ്റ്റ് തരാനാ വന്നെ. എന്ത് ഗിഫ്റ്റ്? അത് പറഞ്ഞപ്പോഴാ വെയിറ്റ് ആക്കേ. നോക്കി രണ്ടും നോക്ക. നീ അറിയാതെ എന്റെ ക്യാമറകളിൽ നിന്റെ മുഖമല്ല പതിഞ്ഞത്. നിന്റെ മുഖമല്ല എന്റെ ക്യാമറകളിൽ. നീ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മുതുക്കില് മറ്റേ സംസാരിച്ചിരുന്നില്ലേ? അപ്പൊ ഞാൻ ദൂരെ ഇത് നമുക്ക് ഫോണിൽ കിട്ടുമോ? ഫോണിലോട്ട് വേണേ ആക്കി തരാം ഞാൻ. ആ ഫോണിലോട്ട് എനിക്ക് എന്താ ഈ പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ഏതാന്ന് വെച്ചാ മറ്റേ സൈഡിലല്ലാതെ ഫുൾ ആയിട്ടുള്ളത്. നോക്കട്ടെ എങ്ങനെ കിട്ടുന്നത് ഫോൺ. ആ ഫോട്ടോ തരുമോ? ഞാൻ ഇപ്പം വേണ്ട ഫോട്ടോ ഇങ്ങനെ തന്നാ മതി. ഞാൻ ഇപ്പൊ ഇത് അയച്ചു തരാം ഫോണില്. ഇതെങ്ങനെ എക്സിറ്റ് അടിക്കണ്ട, ബാക്ക് സ്പേസ് അടിച്ചേ. ബാക്ക് സ്പേസ് അടി. എന്നിട്ട് ആ ഫോട്ടോ ഒന്നുകൂടെ എടുത്തിട്ട് ബാക്ക് സ്പേസ് അടി. ആ അടി. പോകുന്നില്ല. ഈ ഫോട്ടോ കൈ പിടിച്ചോ, ഞാൻ എക്സിറ്റ് ആയിട്ട് വരാം. ആ പോയി സെറ്റായി. ആ ഇത് കൊള്ളാം. ഇത് പക്ഷെ നോർമൽ ഇതുപോലെ അല്ലല്ലോ, പ്രൊഫഷണൽ ഫോട്ടോ അങ്ങനെ എന്തായാലും കാണിക്കുന്നേ. ടേക്കൺ ബൈ ജർമ്മൻ കണ്ണാപ്പി. ഇത് നമുക്കൊരു ബിസിനസ് ആക്കാട്ടോ. വേണ്ട. പിന്നെ നമുക്ക് എലിയിൽ എന്റെ കൂടെ റൈഡ് വരുന്നു. ഹെലിയിലാ? ഇഷ്ടമാണേ വാ. എന്താടി എലി പോകുന്ന അത്രക്ക് ഇഷ്ടമാണോടി മോളെ? ഇഷ്ടമെന്ന് വെച്ചാ അകത്തിരിക്കല്ലേ, അതായിരിക്കും നല്ലത്. അല്ലല്ല, ഇത് സൈഡിൽ ഇരുന്നാലും അകത്തിരുന്നാലും കൊന്ന കണക്കാ. വേണ്ട, നീ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. വല്ല വൈരാഗ്യൊക്കെ മനസ്സ് വെച്ചിട്ട്. അല്ല ആരുടെ ഹെലിയാ? ഹെലിയെ എന്റെ എലി പിന്നെല്ലാറേ ഓടാടുന്നത്. എനിക്ക് എലിയൊക്കെ ഉണ്ട് സ്വന്തമായിട്ടാ? ആ പമ്പ് പൊടി തെറിച്ച് കത്ത്. ഇവിടെ ഫ്യൂൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണാ? 7 വർഷം. 7 വർഷത്തിന് പാരച്ചൂട്ട് ഞാൻ കണ്ടായിരുന്നു. ഒന്ന് ചാടാൻ എടുത്തത് 3 തവണയാ. എന്നിട്ട് അവന്റെ എന്താ വേണ്ട എന്തോ കേട്ടില്ല. അടിക്കട്ടെ പെട്രോള്. അങ്ങനെ കൊഴപ്പില്ല, അടിച്ചു. എന്തായാലും പറയാതിരിക്കാൻ നീയൊക്കെ ഒരു പെണ്ണുണ്ണി കേട്ടോ. പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ ഒലിപ്പിച്ച് പാട്ട് പാടി കൊടുക്കുന്നവനാ നീയൊക്കെ. അയ്യോ ചുട്ടുമണിന്ന് വിളിക്കാൻ പറഞ്ഞാ എനിക്കിരുന്ന് പറയുന്നത്. എന്ത് കിണിക്കണേ? എടാ അത് ശരിയാ, ഞാൻ ശ്വാസം വിട്ടില്ലാന്ന് പറഞ്ഞ ശരിയാ, അതൊക്കെ ശരിയാ. അപ്പൊ നീ കാണിച്ചതോ അവളെ ഗർഭിണിയാക്കിട്ട് നീ പറയാ അയ്യോ ഞാൻ മറന്നുപോയെന്ന്. അത്ര ചെറ്റത്തരം ഞാൻ കാണിച്ചില്ലടാ മോളെ. എടി ലോറ നിനക്കൊരു കാര്യം അറിയാടി, മന്ദാരം ഉണ്ടല്ലോ മന്ദാരം. ഇത് എന്റെ പേര് വിളിക്കല്ലേ. ഇപ്പൊ ഞാൻ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് കളിയാക്കിയതേ ഉള്ളൂ. കിട്ടും അവിടുന്ന് കേട്ടോ. എടി ഞാൻ എടാ നീ ആ സെറീനെ പ്രഗ്നന്റ് ആക്കിട്ട് നീ എന്താണ് അവളുടെ അടുത്ത് പറഞ്ഞേ? അയ്യോ ഇത് ഞാൻ മറന്നുപോയല്ലോ അടി. അവനപ്പൊ ചെയ്ത് ഒന്നും ഓർമ്മയില്ല. പിന്നെ കൊച്ചു പ്രഗ്നന്റ് അല്ലാതെ പോക്കൃത്തരം കാണിച്ചു വെച്ചിട്ട് പ്രഗ്നന്റ് അല്ലാതെ. നീ വണ്ടി കയറി അവൻ കഴിവ് തെളിയിച്ചിട്ടാണെന്നെങ്കിലും ഓർക്കാം. നീ ഇത്രയും നാളായിട്ട് പെണ്ണില്ലല്ലോടാ നിനക്ക്. നീ എന്തിനാ അവനെ കളിയാക്കുന്നേ? എനിക്കിപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിറ്റിയിലുള്ള മിക്ക പിള്ളേരും വളയും, മനസ്സിലായോ? വളഞ്ഞു മണിക്കൂറിനുള്ളിൽ നീ ഒരു പെണ്ണിനെ സെറ്റ് ആക്കിയാല് നിനക്ക് 200 കോടി രൂപ വരും. 200 വേണ്ട 20 കോടി രൂപ വരും. അത്രക്കൊക്കെ വേണമല്ലോ പറ. 1 മണിക്കൂർ
പറ്റില്ല. മന്ദാരം എവിടെ ഉണ്ടാ? മന്ദാരം ഞാനിതാ അപ്പാർട്ട്മെന്റ് അവിടെ. നീ എവിടെ? അങ്ങോട്ട് വരാം. ഞാൻ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് വരാം. നമ്മളെടാ നിന്നെ പോലെ കാറിലൊന്നും അല്ലടാ നമ്മള് സഞ്ചരിക്കുന്നേ, അങ്ങ് ഹെലിയിലാ, മനസ്സിലായോ? ഇപ്പൊ 2 ശവം അങ്ങോട്ട് താഴോട്ട് വണ്ടിയിൽ ആളിരിക്കുന്നു. നിന്നെ പോലെടാ അങ്ങ് ഹെലിയിലാ നമ്മുടെ സഞ്ചാരമൊക്കെ. ഇപ്പൊ ഒരു എലി വരും, വന്ന് കേറ്. എലി അപ്പൊ ഇത്രയും പേരെന്ത് കഴിഞ്ഞ വേണമെന്ന് കേറാ. എലിയിൽ ഒരു റൈഡ് പോയിട്ട് വരാം. എവിടെ? അങ്ങനെ റൂഫ് ടോപ്പിലോട്ട് ഇറക്കാം അങ്ങോട്ട്. ഇറങ്ങി കഴിഞ്ഞാൽ കുടുങ്ങിയിരിക്കട്ടെ. എലി ഉണ്ടല്ലോ, ഇതിലേതാ? ഇവിടെ വന്നായിരുന്നു. വന്നാരേ അപ്പാർട്ട്മെന്റിന്റെ പാതിക്ക് ഒരു എലി ഞാൻ ഡ്രോപ്പ് ചെയ്ത്. ഞാനേ അപ്പാർട്ട്മെന്റിൽ പോയി തോക്കെടുത്തിട്ട് വരാമേ, നീ വരുന്നോ? ഇല്ല പോയിട്ടോ. ഇതൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന തോക്കാന്ന് അറിഞ്ഞില്ല. പോയിട്ടോ. പറഞ്ഞേ ഞാൻ മാർക്കിട്ട് വരാം. ഓ ഹലോ. ഇതെന്റെ സുഖാണ്. ഇതാരാ? നോയാണാ? എന്തൊക്കെയുണ്ട് കുട്ടാ? ഓ ചുമ്മാ ഇറങ്ങി. ഞാൻ മന്ദാരം എലിയെ നോക്കണടാ, ലോക്കല്ലടാ. അപ്പാർട്ട്മെന്റിൽ പോട്ടെ, ഞാനൊന്ന് തോക്കെടുത്തിട്ട് വരാം. ഞാൻ ലോറയും കൂടെ. അത് കത്തോണ്ടൊന്നും എനിക്ക് നോക്കാൻ പറ്റൂല. ഹലോ കത്തല ഞാൻ ഇപ്പൊ പോയിട്ട് രണ്ടുപേര് പോണോ? കണ്ണാപ്പി ഞാൻ പോകുന്നില്ല, അവൻ പോയിട്ട് വരട്ടെ. അല്ലടാ അങ്ങനല്ല, ലോറയ്ക്ക് എന്റെ പുതിയ ഫർണിച്ചർ അപ്പാർട്ട്മെന്റ് കാണിച്ചു കൊടുക്കാലോ. വേണ്ട, കാണണ്ട, താല്പര്യമില്ല, സോറി. ലോറ അത് സംഭവം വെച്ചാലേ അവന് ഇഷ്ടമുള്ളവരെ മാത്രമേ അവന് ഇതുവരെ അപ്പാർട്ട്മെന്റ് കേട്ടിട്ടുള്ളൂ. അപ്പൊ മനസ്സിലായോ? ലോറ ഒന്ന് കേറി കണ്ട അവന് സന്തോഷം. എനിക്ക് താല്പര്യം, എനിക്ക് കണ്ടവന്റെ വീട്ടിൽ വലിയ നേർന്ന ഇഷ്ടമല്ല. അവന്റെ വീട്ടിലല്ലല്ലോ ലോറ. കുഴപ്പമില്ലടാ, നാളെ അവളുടെ വീടിന്റെ പാലാച്ചിനെ വിളിക്കട്ടെ. ഞാനും ഇത് തന്നെ പറയും, കണ്ടവളുടെ വീട്ടിൽ ഒരാളുടെ വീട്ടിലോട്ട് ക്ഷണിക്കുമ്പോ നമ്മൾ അങ്ങനെ പോവാണ്ടിരിക്കുന്ന മോശമല്ലേ? അല്ല, എനിക്ക് ഇവിടെ വീടൊന്നുമില്ല. എന്നാ എല്ലാരും വേണം. മന്ദാരം നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. അതങ്ങനെ ഓക്കെ അല്ലേ? എന്തോ നിന്നെന്താ ഞാൻ കേറി പിടിക്കോ? എന്താ? ഹലോ കണ്ണാപ്പിന്റെ വീട് പാലാച്ചിരി. അതൊക്കെ നടക്കും. ഞാൻ വീടിന്റെ പാലിയാച്ചടാ, കേറിട്ട് ഇത് അതിനുള്ള ഫ്രണ്ടൊക്കെ എന്താ? ഇത് പുതിയ അതിനാണോ? അല്ല ഇത് ഇടിച്ചിട്ടിങ്ങനെ അതല്ലാണ്ട് മോഡിഫൈ ചെയ്തല്ല. ഇടിച്ചിങ്ങനെ വീടിന്റെ ഒരു പാല് കാച്ചില് കൂടിയിട്ട് വരാം. വാ മന്ദാരേ, ഞങ്ങളാടാ. ഞാൻ കാച്ചാനുള്ള പാല് മേടിച്ചിട്ട് വരാളേ നിങ്ങളകത്ത് വരി. അല്ലല്ല ലോറ അല്ല, നിനക്കെന്താ ലോറ? എന്താണ് എന്താ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിന്നെ കയറി പിടിക്കോ? അല്ല, നിന്നെ കയറി പിടിക്കോ? ഇല്ലല്ലോ. എന്താ പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് എങ്ങനെയാ? അല്ല ലോറെ, പാല് ക്ഷണിക്കുന്നില്ല. നിന്നെ ഞാൻ ക്ഷണിക്കുന്നത്. നീ ഇതൊക്കെ എന്താടാ ഇത്? തോന്നിയോസല്ലേ അവളുടെ ഇത് പാലിയാച്ചെന്ന് പറഞ്ഞ്? എടാ 1-1 115 നിങ്ങൾ അവരാതി അത് കേരള വലിയ കേട്ടാ. 158 ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. നിങ്ങൾ ഏതിലും ഇപ്പൊ കേറണ്ടേ?
എന്റെ കണ്ടനിക്കില്ല. നീ അതാക്കി റിമോട്ട് 158 അത് 158 ഒന്നുമല്ല 11 എടാ 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 സംഭവം ഞാൻ പറഞ്ഞുതരാം. എടാ 1151 കേറ്. നീ പറഞ്ഞ ആൾക്കാർക്ക് തീരെ ബുദ്ധി 1151 Yes, coming. എന്താ എന്താ കോൺട്രാക്ട്? എന്താ ആരും കയറി വരാൻ പറ്റാത്തെ? നമസ്കാരം. എന്തിനാ ഇരിക്കുന്നതാ? കിടക്കാൻ വെക്കുവാ. കൊല ചെയ്യണമെന്ന് ഇയാള് 158 അവളെ 1151 എന്തി നാരദനൊക്കെ വന്നിട്ട് കണ്ടൂടെ അവരെ അവരോട് അയക്കുന്നുണ്ടല്ലോ. ഇല്ല. ഒറ്റ മിനിറ്റ് ഞാൻ ഈ ആമ വെക്കുന്ന എടുത്തോട്ടെ. ഒറ്റ മിനിറ്റ്. ഇവിടെ എവിടെയാ നീ പാല് കാച്ചാൻ ഉദ്ദേശിക്കുന്നേ? എന്റെ വലിയ വീട്ടില്. ഈ വീടിന്റെ എവിടെ അടുക്കള? അയ്യോ ഇരിക്കൊന്നും ചെയ്യല്ലേ എന്റെ വീട്ടില്. എന്റെ വീട്ടില് സ്ത്രീകൾ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നീ എന്തിനാ ഇവിടെ വന്ന് ജീവിക്കുന്നേ? അത് നീ അല്ല ഇറങ്ങിപ്പോട്ടെ. വാ പോവാൻ പറ്റുമോ? ടൂകളിലൊക്കെ അതെങ്ങനെയാ ഫർണിച്ചറൊന്നുമില്ലേ എൻ്റെ അകത്ത്? നാരദനിപ്പോ എവിടെയാ കേറി പോണേ? കേക്കുന്നുണ്ടോ? ഹലോ പോയവൻ. ഹലോ ഹലോ കേക്കാവോ? ലോറ ആ എങ്ങനെയുണ്ട് എന്റെ വില്ല? ആ കൊള്ളാം. ഇത് നമ്മള് കണ്ടിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ബ്ലഡ് ഒക്കെ കിടക്കുന്നേ. അയ്യോ അത് നമ്മളീ കപ്പിളായിട്ട് ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ. അപ്പഴത്തേക്കും അതിന്റെതായിട്ടുള്ള കുറവുകളൊക്കെ കാണും. മനസ്സിലായോ? അതിന് ബ്ലഡ് എങ്ങനെയാ കട്ടിലേ വരും? ബ്ലഡ് എന്തേ? ബ്ലഡ് എവിടെ? ഇതെന്ത് ഈ സാധനം? അത് ബ്ലഡ് ഒന്നല്ല, അത് പൊരിയാണല്ലോ. ശ്ശീ, തിന്നിട്ട് അത് വൃത്തിയാക്കാനൊന്നും ആരും. ഇതെന്ത് ബ്ലഡ്? ഞാൻ ചോദിച്ചേ. അത് ഇവിടെ ബ്ലഡ് ആണല്ലോ. ബ്ലഡ് കറക്റ്റല്ലേ ലോറ? ചെറുതായിട്ട് കളവറിക്കാൻ ഇറങ്ങിയതാ. ആരുടെ കൊടുത്തി? എന്താ? ആരുടെ കൊടുത്തി? അയ്യോ അങ്ങനല്ല. വല്ല കോഴി ഇറക്കാൻ പോയതോ മറ്റേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ആ അങ്ങനെ എന്നാ കൊഴപ്പില്ല. ആ പിന്നെ ലോറ ഇത് എന്റെ ഇവിടെ കൈയൊക്കെ കഴിയാൻ പറ്റും. ഇവിടെ കൈ കഴുകാം. ആ പിന്നെ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടാ. എന്നാ പോയി ഒന്ന് പഠിച്ചടിച്ച് കുളിച്ചൂടെ? എന്തിനാ വെറുതെ ഇരിക്കുന്നെ? ഫർണിച്ചർ ഒക്കെ എവിടാ മേടിക്കുന്നത്? ആ എനിക്കറിഞ്ഞൂടാ. അയ്യോ നീ ഇത് പറഞ്ഞു വെച്ചേ. ലോറ ഇതൊക്കെ മോശമല്ലേ ലോറ? ഇത് ലോറയ്ക്ക് ഇത് ഒരു പുരുഷനും പെണ്ണും മാത്രം. അതിന് നിന്നെ ഞാൻ പുരുഷനായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ കൊഴപ്പില്ലടാ. അടിച്ചെന്റെ പല്ലിയാണങ്ങ് തിരിക്കും കേട്ടോ. എന്തോ ഒന്നുമില്ല. ആ. ഒറ്റ മിനിറ്റ് ഇപ്പൊ ഓക്കെ ആയില്ലേ? ഒറ്റ മിനിറ്റ് ഞാൻ ഔട്ട്ഫിറ്റ് മാറിക്കോട്ടെ. എടി എന്റെ ഗ്യാങ് ഡ്രസ് ആയ നോക്കിയടി. എടാ ഇവിടെ നിന്ന് ഡ്രസ് മാറാൻ പറ്റുമോ? ഇത്ര നാളായിട്ട് അറിഞ്ഞൂടെ? ഹൈ, വേണ നീയും മാറിക്കോടി. വേണ്ട ആവശ്യമില്ല. ഇത് ഇതല്ല ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വഭാവത്തിന് അതെ നീ. ഓ അങ്ങനെയൊക്കെ എന്നെ ഇതാക്കാൻ തുടങ്ങിയല്ലേടി. ആ പിന്നെ എങ്ങനെ? ഇതെങ്ങനെയുണ്ട് ഈ ലോറ ഡ്രസ്? അയ്യേ പൊറുക്കിയിട്ട് കൊടുത്ത് പറയിക്കരുത്. മാറ്റിയിട്ട് വാ. എനിക്കിതൊന്നും ചേരൂല കണ്ണാ, സത്യം പറയാലോ. ഇതോ
ഇത് നിന്റെ മുഖം ഏതാ ഡ്രസ് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ നിന്റെ അച്ഛൻ വന്നു, നിന്റെ അച്ഛൻ വന്നു. തന്നെ ആളെ അല്ല മോളെ, നിങ്ങൾ കണ്ടാ നിന്റെ അച്ഛൻ ആഫ്റ്റർ ലോങ് ടൈം സിറ്റി വിസിറ്റ് ചെയ്ത് കണ്ണാപ്പി ഇതന്നെ. വാ, വാ. ഇനി കണ്ണാപ്പിയുടെ ഒറിജിനൽ ഡ്രസ് എന്നെ മറ്റേതൊന്ന് Correct വിളിക്കുമല്ലോ പറ. എന്ത് ചുട്ടു തന്തയ്ക്കാ? തന്തക്കല്ല പിന്നെ വിളി. ചുട്ടുമണി എന്താ ചുട്ടു? പോവാ. നാണം വന്നാ? അയ്യേ വന്നത് നീ ശരിക്കും പെണ്ണെ വരുന്നുണ്ട് കേട്ടോ. അയ്യേ ഥു. ആ, വാ, വാ. ഇവരൊക്കെ ഏത് അപ്പാർട്ട്മെന്റില ലോക്ക് ചെയ്തിട്ട് പോണേ? ഇല്ല വല്ലവരും എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകാനൊന്നും ഇല്ല. മന്ദാരമൊക്കെ എവിടാടാ? അയ്യോ മന്ദാരം, മന്ദാരമൊക്കെ എവിടാടാ മോബി? എടാ ഞാന് എന്റെ apartment നിന്റെ അപ്പാർട്ട്മെന്റിന്റെ നമ്പർ എത്ര? ഞാൻ ലോറെ പോരാലോ. 158 158 എടേ 158 കയറടി. 1058 കയറ. ആ. ഇതെങ്ങനെ രണ്ട് റേഡിയോയിലിരിക്കുന്ന സംഭവം? ആ അങ്ങനെ കേക്കുന്നോ? അതെങ്ങനെയാ? അതൊന്ന് പറഞ്ഞു തന്നെ. എടാ 158 ആണോ 1058 ആണോ? 1500 അവിടെ ആ റേഞ്ചിൽ നോക്കിയത് ഇപ്പൊ കാണാം. എടി 1500 റേഞ്ച് പോടി, 1500 റേഞ്ച് പോ. അപ്പൊ 158 എന്ന് പറഞ്ഞ എന്തോ വഴി കൂടെ പോയി എന്നെയൊക്കെ പിടിച്ച് കേസിലിട്ടേക്ക്. എടി ലോറെ 105 ഞാൻ കേറി, അതിലാരും ഇല്ല. 108 ഇല്ലടി, 1500 റേഞ്ച് പോകുമ്പോ 158 എന്ന് കാണിക്കും. മനസ്സിലായോ? വെറും 158. ഓ ഇതിനകത്താ? എന്താടാ എന്താടാ? അത് മാറിയേ. അതിന്റെ ആവശ്യം കണക്കില്ല. വന്ന് വന്നല്ലോടാ കണ്ണാപ്പി. ഞങ്ങൾ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലായിരുന്നടാ. ഞാനേ തോക്കൊക്കെ എടുക്കുമായിരുന്നു. എന്നിട്ട് എടുത്താണോ ആ തോക്കൊക്കെ? കൊറേ നാൾക്ക് ശേഷാ തോക്കൊക്കെ എടുത്തത്. എന്നിട്ട് വെടിയൊക്കെ വെച്ചാ? ഇല്ലില്ല, അതെ ഇപ്പൊ ഓർമ്മ വെച്ചു. അതൊക്കെ കണ്ണാപ്പി പാല് കാച്ചലിന് വിളിക്കാന്. കണ്ണാപ്പി കുരുവിയുടെ മടിയിൽ ആരാ കിടക്കുന്നത്? നാരദനാണല്ലോ. ബീച്ച് കൊള്ളാം. മടിയിൽ കിടക്കുന്നില്ല, സൈഡിലല്ലേ കൊള്ളാം കിടക്കുന്നത്. കൊള്ളാം. ബീച്ച് എനിക്ക് മടി കിടക്കുന്നതായിട്ടാ വന്നെ. ആണല്ലേ? ഇത് എന്റെ ഫോട്ടോഗ്രാഫി അത്. ആണല്ലേ? കൊള്ളാം കൊള്ളാം. ബീച്ച് നീ ഇന്ന് പാല് കാച്ചലിന് വിളിക്കാന്. ലോറ എവിടെ? അയ്യോ ഇവനെന്താ പറഞ്ഞാത്തേ? ലോറ നീ 158 കണ്ടുപിടിച്ചില്ലേടി? കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് ഇതെന്ത്? 1500 ഇപ്പൊ അവിടെ കാണാം. 1579 അത് ഓപ്പൺ ആക്കാൻ പറ. ഞാൻ ഡോർബെൽ അടിച്ചിട്ടുണ്ട്. 159 വെറും 159. 159 ആ അല്ല 158 തീർന്ന എടി 1500 സീരീസ് പോ. അതിനകത്ത് 1579 ഒക്കെ കണ്ടോ? 157879 റൈറ്റ് സൈഡിൽ 158 ആ 158 കണ്ടു കണ്ടു കണ്ടു. എന്റെ ദൈവമേ, ഒരു ഉപയോഗമില്ല. രണ്ട് സ്റ്റോറേജ് എനിക്ക് രണ്ടെണ്ണം ഒരുമിച്ച് വന്നു. എനിക്കും ചത്തവൻ, ചത്ത്. ഇതിനകത്തൊന്നുമില്ല. എടാ ഞാൻ ചോരയില് കുടുങ്ങിയേ. ചവിട്ടിയാ എന്ത് ആരെങ്കിലും- ചെയ്തില്ലേ? അപ്പൊ 2 സ്റ്റോറേജ് വന്നു. എടാ മന്ദാരം, ഡേയ്സി, ഞാൻ കുരുങ്ങി എന്നെ എടുക്കുമെന്ന് ഞാൻ എടുക്കാം. ആരും എടുക്കല്ലേ. ആരെങ്കിലും എടുക്കും. എന്താടാ? ഞാൻ എടുക്കാം. വെയിറ്റ്. അടുത്ത കണ്ണാപ്പി എടുത്തോളൂ. രണ്ടിനും കൊടുക്കും. എടാ മന്ദാരം, എടാ എന്താ നിങ്ങളെല്ലാരും എന്റെ വില്ലയിലോട്ട് വാ. അതേതും ഇല്ല. നമ്മുടെ എല്ലാരും എന്റെ കണ്ണമില്ല. വാ, ഞാൻ ലോറയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല. അങ്ങോട്ടോ ലോറയുടെ വില്ലയാണ്. എന്റെ പേരിൽ ഇത് വന്നിട്ടില്ല കേട്ടോ.
ബോഗൻ വില്ല പോലെ കണ്ണം വില്ല. അതാ വാ. അവസാനം അത് അക്ഷരമാറി വിളിക്കാണ്ടിരുന്നാ മതി. നിന്നെയും തല്ലി നിന്റെ തന്തേനെ തല്ലി, മനസ്സിലായോ? തന്നില്ലാത്ത നീ മിണ്ടണ്ട. അപ്പൊ നമ്മടെ നീ ആരുടെയാ മോഷ്ടിച്ചോണ്ട് വന്നേ ഹെലി? നീ പറ. അത് കൊണ്ടുപോയി കേട്ടോ ആരെങ്കിലും. ആരുടെ ആയിരുന്ന ഹെലി പറ. ആരുടെ ഒന്നും പിടുത്തമില്ല ചേട്ടാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ബാക്കി അടിയാവും മേടിച്ചോളൂ. വണ്ടിയുടെ മോബി എന്തോ ഉണ്ടോ